ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ നിലവിൽ നമുക്കറിയാം 4th സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കോഴ്സുകളുടെ വരാനായിട്ടുണ്ട്. അത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. ആൻഡ് ആൾസോ നാളെ എന്ന് പറയുമ്പം സൺഡേ ആയിരിക്കും. അപ്പം ഇന്നും നാളെയായിട്ട് പബ്ലിഷ് ചെയ്യാൻ ചാൻസസ് ഇല്ല. ബട്ട് മൺഡേ ഓർ ട്യൂസ്ഡേക്കുള്ളിൽ ബാക്കിയുള്ള റിസൾട്ടുകൾ പബ്ലിഷ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഒഫീഷ്യലായിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതായിരിക്കും. അപ്പം നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകളുടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി. റീവാലുവേഷൻ എന്താണ്, സ്ക്രൂട്ടിനി എന്താണ് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ AS മീഡിയ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി AS മീഡിയ എന്ന് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു റീവാലുവേഷൻ എന്ന് പറയുമ്പം നമുക്ക് പാസ്സായിട്ടില്ല അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്, മാർക്ക് ഇനിയും കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീവാലുവേഷന് കൊടുക്കുക. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് റീവാല്യൂ ചെയ്തിട്ട് മാർക്ക് ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇട്ടായിരുന്നതായിരിക്കും. സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം പേപ്പർ നേരിൽ ചെന്ന് കണ്ട് ചെക്ക് ചെയ്യാം. എല്ലാം കൃത്യമായിട്ട് മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടോ, എല്ലാ പേപ്പറും വാല്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പേപ്പർ എക്സാം ആൻസർ പേപ്പർ നമുക്ക് പോയി നേരിൽ കണ്ടത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സ്ക്രൂട്ടിനി നടന്നപ്പം നിങ്ങൾക്ക് റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് നിലവിൽ വന്നിട്ടുള്ള 4th സെമസ്റ്റർ റിസൾട്ടുകളുടെ വെച്ചിട്ട് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജാനുവരി 27 വരെയാണ്. ഓക്കെ, ജാനുവരി 27 വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വന്നിട്ടുള്ള കോഴ്സുകളുടെ റീവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വരാനുള്ള കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഒഫീഷ്യലി വരാൻ സമയത്ത് നിങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും. അപ്പം നിലവിൽ വന്നിട്ടുള്ള BSc ആയിക്കോട്ടെ, അത് ഇതിലിപ്പോൾ മെയിനായിട്ടും BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് CBC BSc ഇലക്ട്രോണിക്സിൻ്റെയും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് BSW-ൻ്റെയും BSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും തന്നെ റീവാലുവേഷൻ സ്ക്രൂട്ടിനി നിങ്ങൾക്ക് ജാനുവരി 27 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സ്റ്റുഡൻസിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്